2025 ട്രെൻഡ്സിനെ പറ്റി സംസാരിക്കുന്ന സീരീസ് ആണിത്. ഇതിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മേക്കപ്പിനെ കുറിച്ചാണ്. മേക്കപ്പിൽ 2025 ട്രെൻഡ്സിനെ പറ്റി. വെൽക്കം ബാക്ക് ടു വീണ സിനോച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കാനും ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു സീരീസിൽ ആദ്യത്തെ വീഡിയോ ആയ ഔട്ട്ഫിറ്റ് ട്രെൻഡ്സിനെ പറ്റിയുള്ള വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വർഷം മിനിമലിസമാണ് ഇന്നിലുള്ളത്. സോ മേക്കപ്പിന്റെ കാര്യത്തിലും ആക്ച്വലി ഈ ഒരു ട്രെൻഡ് തന്നെയാണ് മുന്നിലുള്ളത്. ആൻഡ് ഇതിനൊരു പേര് കൂടിയുണ്ട്, സ്കിൻമലിസം. അതായത് ഈ ഒരു വർഷം ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേക്കപ്പിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള ബ്ലഷ്, സട്ടിലായിട്ടുള്ള ഐ മേക്കപ്പ്, സട്ടിലായിട്ടുള്ള ലിപ്സ് ആൻഡ് കൂടുതലും വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷിലുള്ള സട്ടിലായിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ബേസ് മേക്കപ്പാണ് ഏറ്റവും ഇൻ ട്രെൻഡിലുള്ളത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇൻ ട്രെൻഡിലുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നോ മേക്കപ്പ് ലുക്ക്. ആൻഡ് ഇത്തവണ ആക്ച്വലി അതിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ലുക്കിന് അല്ലെങ്കിൽ ഇത്തവണത്തെ ബേസ് മേക്കപ്പിൽ നമ്മൾ കൂടുതലായിട്ട് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷനെ റീപ്ലേസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഗ്ലോയി ആയിട്ടുള്ള സട്ടിലായിട്ടുള്ള കൺസീലർ മാത്രം വെച്ചിട്ടുള്ള ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിനിമലിസ്റ്റിക് മേക്കപ്പ് ലുക്കിൽ ഒന്നാമത്തെ കാര്യം. പിന്നീട് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ബ്രോസിൻ്റെ കാര്യമാണ്. ലാസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട് ആക്ച്വലി കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ബ്രോസ് ആണ് ഇൻ ട്രെൻഡിലുള്ളതെങ്കിൽ ഈ ഒരു വർഷം കുറച്ചും കൂടെ വരുമ്പോൾ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്രോസ് ആണ് ഇപ്പോൾ ഇൻ ട്രെൻഡിൽ നിൽക്കുന്നത്. അതായത് ഡിഫൈൻഡ് ബ്രോസിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഡാർക്ക് ആക്കി ഐബ്രോസ് വെക്കുന്നത്, ഐബ്രോസ് വരയ്ക്കുന്നത് ഒക്കെ ആക്ച്വലി അത്ര ട്രെൻഡിലുള്ള ഒരു കാര്യമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സിന് അത് ആവശ്യമാണെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് ട്രെൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള സട്ടിലായിട്ടുള്ള ബ്ലഷ് ആണ് ഇൻ ട്രെൻഡിലുള്ളത്. കുറച്ചും കൂടി സോഫ്റ്റ് പിങ്ക്, ബേബി പിങ്ക്, അതല്ലെങ്കിൽ ലൈക്ക് കൈൻഡ് ഓഫ് മ്യൂട്ടഡ് കളേഴ്സ്, അങ്ങനെയുള്ള ബ്ലഷസ് ആണ് കൂടുതലായിട്ടും ഇൻ ട്രെൻഡിലുള്ളത്. ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കൊറിയൻ മേക്കപ്പ് ട്രെൻഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അതിനാകെപ്പാടെ ഒരു പ്രശ്നം തോന്നുന്നത് കുറച്ചും കൂടി ഡസ്കി ആൻഡ് ഡീപ്പർ സ്കിൻ ടോണിലേക്ക് വരുന്ന സമയത്ത് ഈ ചെറിയ രീതിയിലുള്ള ഭയങ്കര സട്ടിലായിട്ടുള്ള ബ്ലഷസ് കൂടുതൽ സമയത്തും അവരുടെ സ്കിന്നിൽ ഷോപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ദാറ്റ്സ് ഓൾസോ ഫൈൻ. ലൈക്ക് ഡസ്കി സ്കിൻ ടോണിന് അല്ലെങ്കിൽ ഡീപ്പർ സ്കിൻ ടോണിന് കുറച്ചും കൂടി സട്ടിലായിട്ട് പ്ലേസ്മെന്റ് ചെയ്യാവുന്നതാണ് ബ്ലഷിന്റെ കാര്യത്തിൽ. അതായത് വളരെ സട്ടിലായിട്ട് മാത്രം ബ്ലഷ് അപ്ലൈ ചെയ്യുക, അതും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐബ്രോസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ലിപ്സും ഈ ഒരു വർഷം അത്ര ട്രെൻഡിലില്ല. കുറച്ചും കൂടെ സോഫ്റ്റ് ബ്ലേർഡ് ആയിട്ടുള്ള കോർണേഴ്സ് ഉള്ള ലിപ്സാണ് ഈ ഒരു വർഷം കൂടുതലായിട്ട് ട്രെൻഡിലുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് എ ടിൻറ്റഡ് ലിപ്സ്. അതായത് കുറച്ചും കൂടെ നാച്ചുറലി ടിൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ബ്ലേർഡ് ഫിനിഷിലുള്ള ലിപ്സ്റ്റിക്സും അല്ലെങ്കിൽ ലിപ് ടിൻസും അതല്ലെങ്കിൽ ലിപ് ഗ്ലോസസും ഒക്കെയാണ് ഈ ഒരു വർഷം ഇൻ ട്രെൻഡിൽ. ഈ ഒരു വർഷത്തെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് മിക്കവാറും മേക്കപ്പ് പ്രോഡക്ട്സ് ഇൻഫ്യൂസ്ഡ് വിത്ത് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുന്നത്. ബിക്കോസ് നമുക്ക് 2-in-1 പോലെ യൂസ് ചെയ്യാൻ പറ്റും, സ്കിൻ കെയറിന് വേണ്ടിയിട്ടും മേക്കപ്പിന് വേണ്ടിയിട്ടും. ഫോർ എക്സാമ്പിൾ ടിൻറ്റഡ് സൺസ്ക്രീൻസ് ആൻഡ് ഹൈലറോണിക് ആസിഡ് നയാസിനമൈഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള സ്കിൻ ടിൻസ് ആൻഡ് ഹൈലറോണിക് ആസിഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ബ്ലഷസ്, അതൊക്കെ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആക്ച്വലി സ്കിൻ കെയറിന് സത്യത്തിൽ ബെനിഫിഷ്യൽ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ സ്കിൻ കെയറിന്റെ സമയത്ത് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി ഹൈലൈറ്റ്സിന്റെയും ഷിമ്മർ ഐഷാഡോസിന്റെയും ഒക്കെ കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നേക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്രോം എഫക്റ്റ് തരുന്ന, അതായത് ഡുവൽ ക്രോം ഒരു മോണോക്രോം അങ്ങനത്തെ എഫക്റ്റ് തരുന്ന സട്ടിലായിട്ടുള്ള ഐഷാഡോസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൈലൈറ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു വർഷം ട്രെൻഡിലുള്ളത്. ഇനി നിങ്ങൾ ലാഷസ് വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വർഷം ഇൻ ട്രെൻഡിലുള്ള ഒരു ലാഷസ് എന്ന് പറയുന്നത് ക്ലിപ്പ് ഓൺ ലാഷസ് ആണ്. അതായത് മുമ്പുള്ളതുപോലെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ലാഷസ് നിങ്ങൾക്ക് എപ്പോഴും വെക്കണം എന്നില്ല. കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഏതൊരു ഭാഗത്താണോ ലാഷ് ആക്ച്വലി കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിപ്പ് ഓൺ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാഷസ് ആണ് ഇൻ ട്രെൻഡിൽ ഈ ഒരു വർഷം ഉള്ളത്. ഓൾ ടുഗദർ ഈ ഒരു വർഷം സ്കിൻമലിസം ആണ് കൂടുതൽ ട്രെൻഡിലുള്ളതെങ്കിലും കൈൻഡ് ഓഫ് ഒരു 90s വൈബാണ് മൊത്തം ഒരു മേക്കപ്പിന്റെ ലുക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുഡ് വെയർ ആൻഡ് ആക്സസറീസ് ട്രെൻഡ്സുമായിട്ട് കാണാം.